ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലിറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ബലിറ്റോയിലെ തോംസൺ ബേ ബീച്ചിലേക്കാട്ടോ പോകുന്നത്. ഈ ബീച്ച് കുറച്ച് തിരക്ക് കുറഞ്ഞ ഒരു ബീച്ചാട്ടോ. അതുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ്. നമ്മളെ ആ ബീച്ചിലേക്ക് അട്രാക്ട് ചെയ്തത് അവിടുത്തെ ഒരു ടൈഡൽ പൂളാട്ടോ. ടൈഡൽ പൂൾ എന്ന് പറഞ്ഞാൽ ബീച്ചിനോട് ചേർന്ന് തന്നെ കല്ലൊക്കെ വെച്ച് ഒരു പൂള് പോലെ നിർമ്മിച്ചേക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ ടൈഡ്സ് വരുമല്ലോ, വലിയ തിരമാലകൾ, ആ വരുന്ന വെള്ളമാണ് അതിനകത്ത് സ്റ്റോർ ആകുന്നത്. അതുപോലെ തന്നെ അത് എക്സിറ്റ് ആയി പോകാനും ചെറിയൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ബീച്ചിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഒരു 1-2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതാണ് ബീച്ചിലേക്കുള്ള വലിറ്റോ ബീച്ച് അല്ലേ ചേട്ടാ? വലിറ്റോ ബീച്ച് എന്നാണോ പറയുന്നത്? ഇവിടെ കുറച്ച് കച്ചവടം പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം. അത് നൈസാ ആ പൂളിലിറങ്ങാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ടൈഡൽ പൂള്. ഇതിനകത്ത് ഇറങ്ങുന്നത് കുറച്ചുകൂടെ സേഫ് ആട്ടോ ബീച്ചിൽ ഇറങ്ങുന്നേക്കാളും. ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഓവർഫ്ലോ ചെയ്യാനുള്ള മെത്തേഡും ഉണ്ട് കേട്ടോ. അപ്പം നിന്നെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, നീ വേഗം ഒന്ന് ഇറങ്ങ്. ഒരു മിനിറ്റ് വേഗം നടക്കാം. അപ്പാപ്പൻ എന്നെ ചീത്ത പറയും. ഇത് കെട്ടിയേക്കുന്ന ഫുള്ള് നാച്ചുറൽ സ്റ്റോൺസ് വെച്ചിട്ടോ. നമുക്ക് അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോറൽസ് ഒക്കെ നല്ലപോലെ കാണാൻ പറ്റും. കോറൽസ് മാത്രമല്ല നല്ല ഭംഗിയുള്ള കുറേ മീനുകളും ഉണ്ട് കേട്ടോ. പൂളിൻ്റെ അടിയിലും സ്റ്റോൺസ് ആട്ടോ. അതുകൊണ്ട് അത്ര നിരപ്പൊന്നുമല്ല. ചില സ്ഥലത്ത് ഹൈറ്റ് കൂടുതലും കുറവുണ്ട്, അതുപോലെ ചെറിയ വഴക്കലുണ്ട്. മൊത്തം വ്യൂ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇനി നമുക്ക് മെയിൻ ബീച്ചിലൊന്ന് ഇറങ്ങാം. ടൈഡൽ പൂളിൽ ഇറങ്ങുന്ന ഒരു രസമാണ്, എന്നാലും ആ ബീച്ചിൽ ഇറങ്ങുന്ന ഒരു രസം ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ബീച്ചിലൊന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് പോവാം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ബീച്ചിലെ വേവ്സ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുപോലത്തെ അവിടുത്തെ മണലും അത്ര സുഖമില്ല. അത് പെട്ടെന്ന് നമ്മുടെ കാലിൽ നിന്ന് ഒലിച്ചു പോകുന്നത് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷെൽസ് ഒക്കെ കളക്ട് ചെയ്ത് കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി കേട്ടോ. ബീച്ചിലെ ടൈഡ്സ് ഇച്ചിരി ഹെവി ആയതുകൊണ്ട് നമ്മൾ ബീച്ച് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇറങ്ങാനാണ് സുഖം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. ബീച്ചിലിറങ്ങിയ ബീച്ചിൽ വെള്ളത്തിലിറങ്ങാൻ സേഫുമാണ്, എല്ലാവർക്കും ഇറങ്ങുകയും ചെയ്യാം. ഇത് കണ്ടോ, റോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല രസമില്ലേ? ഓ, ഇത് താഴോട്ട് വീഴുന്ന കേട്ടോ, സൂക്ഷിക്കണം. എവിടെ പൊട്ടി കിടക്കുന്നു കേട്ടോ. ഇത് അന്യായ വ്യൂ. അങ്ങോട്ട് പോയി നോക്കാം. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയ ഹോൾ ഇൻ ദ വാൾ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത് തോംസൺ ബേയിലുള്ളതാണ്. നമ്മൾ ആ കണ്ട ബീച്ചില്ല, അതിൻ്റെ സൈഡിൽ തന്നെയാണ്. ഈ കാണുന്ന റോക്ക് ഫോർമേഷൻ എല്ലാം അവിടുത്തെ ശക്തിയുള്ള ടൈഡ്സ് അടിച്ചിട്ടുണ്ടായതാട്ടോ. നീ അവിടെ നിന്നേ. അടിപൊളി വ്യൂ അല്ലേ ഇത്? പോകണമെന്നുണ്ട്, ഞാൻ ഇച്ചിരി പോയി നോക്കാവേ. ഈ പാറക്കെട്ടിൻ്റെ അകത്തൂടെ അമ്പോ ഇത് കണ്ടോ, ഇങ്ങനെ കുറേ പാറക്കെട്ടും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ നിൽക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാട്ടോ. പാറക്കെട്ടിൽ പിടിച്ച് വേണം പോവാൻ.
അവിടെ പോകുന്ന ഇച്ചിരി സീര, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയി ഇങ്ങോട്ട് തന്നെ പോവാം. ആ മീനെ കണ്ടോ നീ? എന്നാ ഭംഗിയത്. സൂപ്പർ മീൻ പോകുന്നേ, നല്ല നീല നിറം. ലേഡി പറഞ്ഞ കറുത്തത് പോകുന്നു. ഇതല്ലേ കോറൽ. നേരത്തെ ഞാൻ കോറൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് നിന്നിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് പോവാം. ചായ പിടിക്കും. ബാ. അപ്പോൾ ഷോട്ട് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ബാ. ഇത് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് കണ്ടോ. ആ റോക്സ് ഒക്കെ കാണാൻ എന്ത് രസമല്ലേ. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ബണ്ടി ചോറ് എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനത്തിൻ്റെ പേരാ. കഴിഞ്ഞ ദിവസം ചിറ്റ കഴിച്ചില്ലേ നമ്മൾ ആ മാളിൽ പോയപ്പോൾ? ബ്രെഡ് കഴിച്ചിട്ട് പൂളിലൊക്കെ ചാടി നല്ല വിശപ്പായിട്ടോ. അപ്പോൾ വൈശാണ്ണം പറഞ്ഞു ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡർബൻ ബണ്ണീച്ചോ എന്നൊരു സാധനമുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബണ്ണീച്ചോ എന്ന് പറഞ്ഞാൽ ബ്രെഡില്ലേ, വൈറ്റ് ബ്രെഡ്, അതിൻ്റെ ഉള്ളിലെ കുറച്ച് ബ്രെഡ് എടുത്ത് കളഞ്ഞിട്ട് അതിൽ ചിക്കൻ കറിയോ ലാം കറിയോ വെജോ ഒക്കെ നിറച്ചിട്ട് തരുന്ന ഒരു സാധനമാണ് ബണ്ണീച്ചോ. 1940s ഇന്ത്യൻ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ലേബേഴ്സോ അങ്ങനെയുള്ള ആൾക്കാർ, അവർ കൂടുതലും പ്രിഫർ ചെയ്തിരുന്ന ഈ ഫുഡായിരുന്നു കേട്ടോ. കഴിക്കാനാണേലും സെർവ് ചെയ്യാനാണേലും വളരെ ഈസി ആയതുകൊണ്ട് ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു മീലായിരുന്നു കേട്ടോ. സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര ഹെവി ആയിട്ടോ. ഒരെണ്ണമൊക്കെ കഷ്ടിച്ചേ നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാനായി നമ്മൾ ഡർബൻ സിറ്റിയിലുള്ള ഒരു മാളിലേക്ക് വന്നു കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ കിട്ടുന്ന ഏറ്റവും ഒതൻറ്റിക് ബണ്ണീച്ചോ ഡർബനിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. പണ്ട് ലേബേഴ്സായിട്ടും വർക്കേഴ്സായിട്ടും ഒക്കെ വന്ന വലിയൊരു ശതമാനം സൗത്ത് ഇന്ത്യൻസ് ഡർബനിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡിന് നല്ല ഫ്ലേവറാണ് നമ്മുടെ നാട്ടിലേക്ക് പോലെ. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ചെറിയൊരു അപ്പറ്റൈസർ ട്രൈ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജാഗർ ബോംബ് ട്രൈ ചെയ്യുന്നത്. ജാഗർ ബോംബ് എന്ന് പറഞ്ഞാൽ ജാഗർ മൈസ്റ്ററും റെഡ് ബുൾ ഒഴിച്ചിട്ടുള്ള ഒരു ഷോട്ടാട്ടോ. അത് കുടിക്കാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് സിറപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ്. ഞങ്ങൾ 6 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല തലയ്ക്ക് പിടിക്കുന്ന സാധനമാണ്. മിന്നു അവിടുത്തെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനും വൈശാനും ബണ്ണിച്ചോ ചിക്കനും ലാമ്പും ഓർഡർ ചെയ്തു കേട്ടോ. ചിറ്റയ്ക്കും അച്ഛനും കഴിക്കാൻ വേണ്ടി വെജ് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ് ചിക്കൻ ബണ്ണിച്ചോ. കണ്ടു കഴിഞ്ഞാൽ ബ്രെഡ് ആൻഡ് കറി പോലെ തന്നെ ഇരിക്കുന്നത്, അത് തന്നെയാണ് സാധനം. അവസാനം ബിരിയാണി മേടിച്ച മിന്നു എൻ്റെ ചിക്കൻ ബണ്ണിച്ചോ എടുത്ത് തന്നു. ഞാൻ ബിരിയാണി തിന്നേണ്ടി വന്നു കേട്ടോ. എല്ലാ ഫുഡും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് കുറച്ച് ഫ്ലേവറായിട്ട് ഫുഡ് കഴിച്ചത് ഡർബനിൽ നിന്നാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിന്നുവിനും ചിറ്റിക്കും ഒന്നുകൂടെ കസിനോയിൽ പോകണമെന്ന് പറഞ്ഞു. ഡർബനിലെ ഒരു കസിനോ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സൺ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കസിനോയിലേക്ക് നമ്മൾ പോകാട്ടോ. ജോനാസ്ബർഗിലെ ഒരു കസിനോയിൽ പോയിട്ട് 200 റാൻഡ് ഇട്ടിട്ട് 900 റാൻഡും കൊണ്ട് വന്ന കോൺഫിഡൻസിലാട്ടോ നമ്മൾ ഈ കസിനോയിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ ഡർബനിലെ ഒരു കസിനോയിൽ ഗ്യാമ്പിളിങ്ങിന് എത്തിയിരിക്കുന്നു അല്ലേ. സൺ കോസ്റ്റ് 200 ഇട്ട് എത്ര അടിക്കുന്നത്? 25,000 അടിച്ചുകൊണ്ട് നമ്മൾ പോകുള്ളല്ലേ. 600 റാൻഡ് ഇട്ടാട്ടോ നമ്മൾ കളിച്ചത്. 250 റാൻഡുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കാസിനോടുള്ള പ്രേമം 2 പേർക്കും തീർന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി ആവാറായി. 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാം അടയ്ക്കും കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നാളത്തെ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ്ങുമാണ്, കുറച്ചുകൂടെ പാക്ഡും ആട്ടോ. നാളെ നമ്മൾ ഡർബൻ പോർട്ടിലും പിന്നെ ഉഷാക്ക മറൈൻ വേൾഡിലെ ഡോൾഫിൻ്റെ ഡാൻസും മറൈൻ അക്വേറിയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ സ്പിയോവി എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.